ಕಲ್ಯೋ ಕ್ಲಾಸ್ಗೆ ರಿದ್ದತ್ತರ ಬಗ್ಗೆ ರಿದ್ದತೆಯನ್ನೇಗೆ ಮುರ್ತದ್ದಾವಳು ಅದರ ವಿಷಯത്തിൽ കുറേ കാര്യങ്ങൾ കേട്ടാറ് പരിശുദ്ധമായ ഖുർആൻ കുഫറിന്റെ ಬಗ್ಗೆ വിമർശിച്ചിട്ട് കഠിനമായ ഭാഷയിൽ ചെന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഫറിന്റെ വിഷയം ചൊന്ന ജാഗ്രതയാക്കാനുണ്ടും അതേപോലെ ഒരാൾ മുർത്തദ്ദായെങ്കിൽ ഇസ്ലാമിൽ പുറത്തുപോയെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ്റുള്ള പ്രായത്തിൽ അങ്ങനത്തെ വ്യക്തികളൊട്ടിಗೆ എങ്ങനെ വേണു ചെല്ലോ കാര്യം ഞാൻ കഞ്ഞോ ക്ലാസ്സിൽ കേട്ടാർ ഹദീസ് وعلم أن من أنواعها أن يعزم مكلف مختار على الكفر في زمن قريب أو بعيد ഇനി കുറേ കാരണം കൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യ മുർത്തദ്ദാവുക പോണ്ട കുറേ കാര്യ ആക്കിയെങ്കിൽ അഥവാ ചെന്നെങ്കിൽ അഥവാ നമ്പിയെങ്കിൽ വിശ്വസിച്ചെങ്കിൽ മനസ്സിൽ തീരുമാനമെടുത്തു അങ്ങനത്തെ ചൊമ്മ വിഷയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിതാബിൽ നോട്ടാക്കി വിശദീകരിച്ചു. അതിൽ ഒന്നാമതായി ചൊല്ലോ അയ്യഅസിമ മുകല്ലഫുൻ ബുദ്ധിയും പ്രായപൂർത്തിയെത്തിയ ഒരാൾ അയാൾ തീരുമാനിക്കണം, മനസ്സിലൊരു നിർദ്ധാരാക്കണം. മുഖ്താറും ആരെങ്കിലും ഒത്തായ പൂർവാക്ക അല്ല, ഒത്തായാക്കല്ല, ഇയാളോ നിർബന്ധിപ്പിച്ചതല്ല, അയാളായിട്ട് അയാൾക്ക് ബുദ്ധിയുണ്ടോ പിരാന്തല്ല, പ്രായപൂർത്തിയെത്തിയത് അങ്ങനത്തെ ഒരു മുക്കല്ലഫായ മനുഷ്യ, ആ മനുഷ്യ മനസ്സിലൊരു നിർദ്ധാരാക്കണം. എന്തരേ അലൽ കുഫ്രി, കുഫറിന്റെ മേല് ഒരു തീരുമാനാക്കണം. ನಾನು ಕುಫ್ರಿಯತ್ತು പോണ്ട, ഇസ്ലാമിലോ പുറത്തു പോണ്ട, ഇസ്ലാമുക്ക് രാജിവെക്കാനായിട്ട് ഒരാൾ മനസ്സിൽ നിർദ്ധാരം ആക്കിയെങ്കിമേയാവും. പിന്നെ അയാൾ നിർദ്ധാരം പ്രകടിപ്പിക്കാനൊട്ടില്ല, ഘോഷണാക്കാനൊട്ടില്ല. അങ്ങനത്തെ ഒരു നിർദ്ധാരം മനസ്സിൽ വന്നെങ്കിമേയാവും. ഫീ സമനിൽ ഖരീബ്, ഞാനിതാ 4 അഥവാ 4 മുട്ടമേ കുഫ്രിയത്ത് പോണ്ടായിട്ട് ഒരാൾ ചെല്ല്, ഔ ബഈദിൻ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് നോക്ക് ഒരാൾ ചെല്ല്, ഞാൻ ബണ്ടത്തിങ്കൾ അഥവാ നെക്സ്റ്റ് ഇയർ അഥവാ നെക്സ്റ്റ് വീക്ക് ഞാൻ ഇന്നാലിന്നോ ആശയത്തിൽ പോകണ്ടേ, ഈ ദീനിക രാജിവെക്കാനായിട്ട് മനസ്സിൽ നിർദ്ധാരാക്കിയെങ്കിലേ മെയ്യാവും. ഔ യതറദ്ദദ ഫീ, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ തറദ്ദുദാവണം, ഞാൻ ഈ ദീൻ്റെ വിട്ട് പോണാ വേണ്ടേ. ഇങ്ങനത്തെ ഒരു വിചാര മനസ്സിൽ വന്നെങ്കിൽ അയാൾ മുർത്തദ്ദാവുള്ളൂ. أو يعلقه باللسان أو القلب على شيء ولو محالا عقليا فيكفر حالا. അല്ലെങ്കിൽ ഇസ്ലാമോ പുറത്തു പോകേണ്ടത്, ഇസ്ലാമോ രാജ്യഭരിക്കുന്നതോ അയാൾ വേറൊരു വിഷയമായിട്ട് കണക്റ്റ് ആക്കിയിട്ട് ചെല്ലോ, ഒന്ന് നാവിൽ ചെല്ലോ അഥവാ മനസ്സിൽ വിചാരിക്കണം. ഉദാഹരണം, ഒരാൾ ചെല്ല് നണ്ടോ ബിസിനസ് അത് ലോസായുണ്ടായെങ്കിൽ, നഷ്ടമായുണ്ടായെങ്കിൽ ഞാൻ ഈ ദീനികെ രാജിവെച്ച് പോകേണ്ടതാണ്. അല്ലെങ്കിൽ അയാളുടെ ഒരു ആപ്ത ഒരു വ്യക്തി അയാൾ മാത്രം മരിച്ചുണ്ടായെങ്കിൽ ഞാൻ പിന്നെ ഈ ദീനിലില്ല. അപ്പോൾ ഒരു കാര്യം ചെന്നിട്ട് അതും ഇതൊരു ബന്ധപ്പെടുത്തും. ഇന്നാലിന്ന കാര്യം സംഭവിച്ചുണ്ടായെങ്കിൽ അഥവാ ഇന്നാലിന്ന വിഷയം ഞാൻ ആക്കിയുണ്ടായെങ്കിൽ ഞാൻ ഈ ദീൻ്റെ പുറത്തു പോകേണ്ട. ഇങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെന്നുണ്ടായി ഫയക്ഫുറു ഹാല, അയാൾ അപ്പമേ കാഫിറായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ ആവണൊട്ടില്ല. അയാൾ ഏതൊരു വിഷയത്തോ ചെന്നമോ ആ കാര്യം ഉണ്ടാവണൊട്ടില്ല, അതൊക്കെ ഒന്നുപോലെ ഇയാൾ ദീൻ്റെ പുറത്തു പോകണം. ഔ യഅ്തഖിദ മാ യൂജിബുഹു ഔ യഫഅലുഹു ഔ യതലഫള, അല്ലെങ്കിൽ കുഫ്രിയത്ത് ഉണ്ടാവുമ്പോഴത്തെ കാര്യം അതൊരു വിശ്വസിക്കണം, അതൊരു പ്രവർത്തിക്കണം. അങ്ങനത്തെ കുറേ കാര്യം നെക്സ്റ്റ് ചെല്ലത് പോകണം. കുറേ വിഷയ അത് ചെന്നോണ്ടായെങ്കിൽ അഥവാ ആക്കിയോണ്ടായെങ്കിൽ ഒരാൾ ഇസ്ലാമിനെ പുറത്തു പോകണ്ടു, അങ്ങനത്തെ കാര്യം ആക്കുറോ അഥവാ ചെല്ലോ. ഔ യഅ്തഖിദ മാ യൂജിബുഹു ഔ യഫഅലു ഔ യതലഫള, അല്ലെങ്കിൽ ചെല്ലെ, ഒന്നാ വിശ്വസിക്കറോ അല്ലെങ്കിൽ പ്രവർത്തിക്കറോ അല്ലെങ്കിൽ ബായിൽ ചെല്ലെ. ബിമാ യദുല്ലു അലൈ, ഇസ്ലാമിലോ പുറത്തു പോകേണ്ട ഒരു കാര്യം ഏതൊരു പഴക്ക മൂലക്കം ഉണ്ടാവുക, അങ്ങനത്തെ പഴക്ക ചെല്ലോ. മഅ്തിഖാദിൻ,
അങ്ങനത്തെ ഒരു നമ്പിക്കമേ അയാളുടെ കൽവിലുള്ളൂ, അയാളുടെ വിശ്വാസമേ അത്ര ഉള്ളൂ. ആ ഒരു നമ്പിക്ക വെച്ചിട്ട് നേരിട്ട് അയാൾ ഇങ്ങനെ ഇന്നാലിന്നൊരു കാര്യം നമ്പിയത്, അങ്ങനത്തെ ഒരു കാര്യത്തോ അയാൾ ചെല്ലമ അഥവാ മനസ്സിൽ വിശ്വസിക്കറമ അഥവാ പ്രവർത്തിക്കറമ ഇങ്ങനെ ആക്കിയുണ്ടായെങ്കിൽ അയാൾ ഇസ്ലാമിനെ പുറത്തു പോകണം. ഔഇനാദിൻ, അല്ലെങ്കിൽ അയാൾക്ക് നമ്പിക്കയില്ല, ഭയങ്കര ഓരോരോ ഹട്ട പോലെ അയാൾ ഇന്നാലിന്നൊരു പലക്ക ചെന്ന് മഖ്ദൂം തങ്ങൾ കുറേ വിഷയം വിശദീകരിക്കുക പോകണം. അല്ലെങ്കിൽ അയാൾ ഒരു പ്രവർത്തനാക്കർ, അതൊരു ഹട്ടത്തിൽ അയാൾ ഇസ്ലാമിനെ പുറത്തു പോകുന്നു വെച്ചിട്ട് അങ്ങനത്തെ ഒരു നമ്പിക്ക എന്തും ഇല്ല. അങ്ങനെ ഒരു ഹട്ടത്തിൽ അവിസ്തിഹസ, അല്ലെങ്കിൽ ദീൻ്റെ ഒരു പരിഹസിച്ചിട്ട് ഇന്നാലിന്നൊരു പലക്ക ചെല്ല്, ഇന്നാലിന്നൊരു കാര്യം ആക്കറ്, അങ്ങനെ ആയിട്ടെങ്കിൽ അയാൾ അപ്പമേ ദീൻ്റെ പുറത്താവുള്ളൂ. അതുക്കുള്ള ഉദാഹരണമായിട്ട് പിന്നെ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം. എന്തെങ്കിൽ ഒരാൾ വിശ്വസിക്കുക എന്തെങ്കിൽ ഈ ആലം ചെന്നെങ്കിൽ ഈ ലോക, ഈ പ്രപഞ്ച ഇത് ഖിദം അഥവാ പണ്ടേ ഉള്ളത്, അഥവാ ഇതിര ഒരു ഖാലിക്കായ റബ്ബു ഇതിര പടച്ചതെന്തോ അല്ല, അള്ളാഹു ഇതിര പടച്ചതല്ല, അതൊക്കെ മുന്നോലേ ഉണ്ട്, ഇത് പണ്ടേ ഉണ്ട് ഒരാൾ വിശ്വസിക്കണം. അഥവാ ഇവർ വിഷയ അതൊരു വലിയൊരു ചർച്ചയായ പണ്ടത്തെ കാലത്തിൽ ചർച്ച നടന്ന ഒരു വിഷയത്തിൽ ഇസ്ലാം പണ്ടതൊക്കെ മുന്നോലെല്ലാം പ്രത്യേകിച്ചിട്ടു ഒരു വിഭാഗം ചെല്ലോ ഈ ലോക അത് തണ്ടത്താലിಗೆ പണ്ടേ ഉണ്ടായത് നിരീശ്വരവാദികൾ വാദിക്കും. അപ്പം അങ്ങനെ ഒരാൾ ചെന്നോണ്ടായെങ്കിൽ അഥവാ വിശ്വസിച്ചോണ്ടായെങ്കിൽ അയാൾ ഇസ്ലാമിനെ പുറത്തു പോകണം. അത് റൂഹ്, അല്ലെങ്കിൽ ഒരാൾ ചെല്ല് റൂഹ് ആത്മ അതും പണ്ടേ ഉള്ളത് എന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസം എന്താ റൂഹു മുന്നോലുണ്ട്, പക്ഷെ അള്ളാഹു പടച്ചിടണം, അള്ളാഹു പടച്ചൽ പിന്നെ അതുണ്ടായിരുന്നു. കൂടെ ചെന്നുകൊണ്ടുള്ളോ റൂഹു അത് പണ്ടേ ഉള്ളോ, അതൊരു ആരും പടച്ചതല്ല ചെന്നിട്ട് വിശ്വസിച്ചോണ്ടായെങ്കിൽ സ്വാന്യം, അല്ലെങ്കിൽ റബ്ബു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോ സൃഷ്ടികർത്തനായ അള്ളാഹ് അവന് പിന്നെ ഉണ്ടായോണോ, അഥവാ അള്ളാഹുറെ ഒരു വിശേഷനായിട്ട് ഖദീമ് ഉണ്ട്. ഖദീമ് എന്നെ പണ്ടേ ഉള്ളവൻ, അള്ളാഹു സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ലല്ലേ, ഒരു ആറമ്പാച്ചുള്ളത് അള്ളാഹു സംബന്ധിച്ചിട്ടില്ല, അത് സൃഷ്ടിക്കായിട്ട് ആറമ്പാച്ചുള്ളത്. അപ്പോൾ ഒരാൾ അള്ളാഹുಗೆ ഒരു ആരംഭം ഉണ്ടുകൊണ്ട് വിശ്വസിച്ചുണ്ടായെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുള്ള ഒരു സിഫത്ത് ഒരു വിശേഷ അതിൽ ഒരാൾ നിഷേധിക്കുക. ഇതുപോലെ അള്ളാഹുക്ക് ഇൽമുണ്ട് ചെല്ലതിൽ ഒരാൾക്ക് സംശയമില്ല. അള്ളാഹു ത്രികാലജ്ഞാനിയായിരിക്കുക, ഞങ്ങൾക്ക് കൊറിയ വിഷയിക്കർ ഗൊന്തുള്ളു, നാളെ എന്ത് നടക്കണം ഞങ്ങൾക്ക് ഗൊന്തില്ല. അള്ളാഹു അങ്ങനല്ല, ഇന്നലെ ഇണ്ട് നാളെ എന്ത് നടന്നൊരു ഇതൊരു സമ്പൂർണ്ണ ഇൽമുള്ള ആലിമൈറ്റിക്കർ റബ്ബു സുബ്ഹാനഹു വ തആല. ഒരാൾ നമ്പർ എന്തിനെ അള്ളാഹു അങ്ങനത്തെ ഒരു ഇൽമെന്തില്ല, അല്ലെങ്കിൽ കുദറത്ത് അള്ളാഹു അങ്ങനത്തെ ഒരു വിശേഷമായിട്ടുള്ള താക്കത്തെന്തു ഇല്ല ചെന്നിട്ട് ഒരാൾ നമ്പറും അല്ലെങ്കിൽ അള്ളാഹു തീരെ ഇക്കാത്തോ അഥവാ ഇല്ലാത്ത ഒരു വിഷയത്തോ ഒരാൾ ചെല്ലെ വാദിക്കറോ കല്ലോൺ അള്ളാഹു കളറുണ്ടോ ചെല്ല ഒരാൾ അള്ളാഹു കളറുണ്ടോ ഇന്നാലിന്ന കളറിൽ അള്ളാഹു എങ്ങനെ വിശ്വസിച്ചോണ്ടായെങ്കിൽ ചെന്നോണ്ടായെങ്കിൽ ആ മനുഷ്യ ഇസ്ലാമിനെ പുറത്തു പോകണ്ടോ. അല്ലെങ്കിൽ കഡായ അല്ലാത്ത ഒരു വിഷയം കഡായായിട്ട് നമ്പറും. ഉദാഹരണ സാദിസ 5 വക്ത നിസ്കാരമായിട്ട് ഓരോ നാളുള്ളൂ. ഒരാൾ നമ്പറോ വക്ത് 5 അല്ല 6 വക്തുണ്ടോ ഒരാളുടെ വിശ്വാസമാണ്. അല്ലെങ്കിൽ 7 വക്ത് നിസ്കാരം ഉണ്ടോ. നിസ്കാരം 5 വക്തി ഉള്ളത് ഖുർആനിൽ സ്പഷ്ടമായിട്ട് വന്നത് ഹദീസിലുള്ളതായിട്ട് അതൊരാൾ നിഷേധിക്കുക തീര നിഷേധിച്ചുണ്ടായെങ്കിൽ 6 വക്തുണ്ട് എനിക്ക് ഇസ്ലാമിനെ പുറത്തു പോകണ്ടു. സൗമ്യ വൈരി റമദാൻ അല്ലാത്ത ഒരു തിങ്കളുടെ നോമ്പ് കഡായാൻ ചെല്ലും. ഷവ്വാലിൻ്റെ നോമ്പ് കഡായ, അഥവാ റബീഉൽ അവ്വൽ നോമ്പ് കഡായ, റജബ് നോമ്പ് കഡായ. നോമ്പ് പിടിക്കുക സുന്നത്ത്, ഒരാൾ വിശ്വസിക്കർ ചെല്ല്, ഇതെല്ലാം കഡായാണ്. അപ്പം അയാൾ ഇസ്ലാമിനെ പുറത്തു പോകണ്ടു. യശുക്ക ഫി തക്ഫീരിൽ യഹൂദി വൻ നസ്വാറ, അല്ലെങ്കിൽ ജൂതന്മാർ നസ്വാറാക്കന്മാർ അങ്ങ് ഇസ്ലാമിറോ പുറത്തുള്ള അഥവാ അങ്ങ് കാഫിരിങ്ങ ചെല്ല വിഷയത്തിൽ ഒരാൾ സംശയിക്കും. ജൂതന്മാർ നസ്വാറാക്കന്മാർ
അങ്ങ് ഇസ്ലാമിനെ പുറത്തുള്ള കാഫിരിങ്ങായിട്ട് ഒരാൾ അതിൽ സംശയം പ്രകടിപ്പിച്ചുണ്ടായെങ്കിൽ അതിൽ ഡൗട്ടില്ലല്ല ഇസ്ലാമിനെ പുറത്തുള്ള ഞാൻ ചെന്നിട്ട് അതിൽ ഒരാൾ സംശയമായിട്ടായെങ്കിൽ അയാൾ ഇസ്ലാമിനെ പുറത്തു കൊണ്ടുപോകും. അല്ലെങ്കിൽ മഖ്ലൂക്കായ ഒന്നും സുജൂദിട്ടോ, മഖ്ലൂക്കിനോ ഒന്നാ സൂര്യത്തിന് സുജൂദിട്ടോ വിഗ്രഹത്തിന് സുജൂദിട്ടോ ഇങ്ങനെ സുജൂദ് യഥാർത്ഥ സുജൂദ് ഇട്ടുണ്ടായെങ്കിൽ ഇസ്ലാമിലോ അയാൾ പുറത്തു കൊണ്ടുപോകും. ഔ യംശിഇലൽ കനാഇസി മാ അഹ്ലിഹാ ബിസയ്യിഹിം മിനസ് സനാനീരി വഗൈരിഹാ. അല്ലെങ്കിൽ ഒരാൾ ഈ മുസ്ലിം അല്ലാത്തവരോ ദേവാലയത്തിൽ നടക്കും അങ്ങനൊട്ടിಗೆ അതേനെ ബിസയ്യിഹിം അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് പോകണ്ടോ, അങ്ങനൊട്ടിಗೆ എന്തോ ഒരു അകത്യത്തിൽ പോകേണ്ടത് തൊന്തരയില്ല. ഇത് അങ്ങനെ വേഷ ധരിച്ചിട്ട് ഉദാഹരണം ചൊല്ലുണ്ടായെങ്കിൽ നസാറക്കന്മാർ അങ്ങനെ ഡ്രസ്സർ മേലെ ഒരു പട്ടിട്ടാർ അഥവാ അങ്ങനെ കുറേ വേഷ ഇക്കറല്ലേ, ആ വേഷ അങ്ങ് പ്രത്യേകമായിട്ടുള്ള അങ്ങ് മാത്രം ഇടം പോലത്തെ വേഷ, ആ വേഷ ഇട്ടിട്ട് അങ്ങനെ ഒട്ടിಗೆ അങ്ങനെ ദേവാലയത്തിൽ ഒരാൾ പോയുണ്ടായെങ്കിൽ ആ ഒരു പ്രവർത്തന മൂലകവും ഒരു വ്യക്തി ഇസ്ലാമിനെ പുറത്തുകൊണ്ടു. ഇങ്ങനെ കുറേ കാര്യ മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിവരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ ഓതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്തു തരട്ടെ. ഈ ദീനിൽ അല്ലാഹു തആല മരിപ്പുതോലും നാളെ സന്താന പരമ്പര നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.